നമസ്കാരം. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. CPMൻ്റെ സ്വന്തം മാധ്യമമായ ദേശാഭിമാനിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത്, തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ടും ഇപ്പോഴും ക്ഷേത്ര പരിസരത്തും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ തന്നെ മാലിന്യങ്ങൾ, അതുപോലെ പേപ്പർ ബാഗുകളെല്ലാം തന്നെ ചിതറിക്കിടക്കുകയാണ്. ഇവ ശേഖരിച്ച് വൃത്തിയാക്കാനുള്ള ഒരു ശ്രമവും തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്നില്ല എന്നാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഒക്കെ തുടങ്ങി വളരെ വിശദമായൊരു വാർത്തയാണ് ഇതിലുള്ളത്. ഇതെല്ലാം തന്നെ കോർപ്പറേഷൻ്റെ തലയ്ക്ക് വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഈ വാർത്തയുടെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വാർത്തയിൽ പറയുന്നത് പോലെ മാലിന്യങ്ങളൊക്കെ പലയിടത്തും ചിതറിക്കിടക്കുന്നുണ്ടാകും. പക്ഷേ ഈ വാർത്തയിൽ പറയുന്ന ഒരു കാര്യം മാത്രം എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിൽ പറയുന്നത്, ഈ പൊങ്കാലയ്ക്കായി ഉപയോഗിച്ച ഇഷ്ടികകൾ കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള മേയർ വി രാഷിൻ്റെ വാഗ്ദാനം ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്, അതായത് ഈ മാസം 3-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല നടന്നത്. എങ്ങനെയാണ് പൊങ്കാല നടന്ന ദിവസം വൈകുന്നേരത്ത് ശേഖരിക്കുന്ന ഇഷ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം മാത്രം ഈ വാർത്ത കാണുന്നതിൽ ഒന്നും വ്യക്തമാകുന്നില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു അത്ഭുത മാന്ത്രിക വിദ്യ നമ്മുടെ നാട്ടിൽ CPM നേതാക്കളുടെ കൈവശമുണ്ടോ എന്നും അറിയില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ കാട്ടിയ മാന്ത്രിക വിദ്യ നമ്മൾ കണ്ടതുമാണ്. അതായത് കോവിഡിനെ തുടർന്ന് പൊങ്കാല മുടങ്ങിയ സമയത്തും വേസ്റ്റ് എടുക്കാൻ പോയെന്നും അതുപോലെ മാലിന്യ ശേഖരണത്തിന് പോയെന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക്, ജീവനക്കാർക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിക്കൊടുത്തതിൻ്റെ ഒരു ബില്ലും ലക്ഷങ്ങളുടെ കള്ളക്കണക്കുകളുമൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി ഇതിന് കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടുമില്ല. ശബരിമല ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ പേരിൽ നടക്കാത്ത ഗാനമേളയ്ക്ക് ബില്ല് കൊടുത്തതുപോലെ തന്നെയാണ് നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ, അത് വൃത്തിയാക്കിയതിൻ്റെ പേരിൽ പണം എഴുതിയെടുത്ത കഥ നമ്മളാരും പറഞ്ഞിട്ടില്ല. അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, പൊങ്കാല നടന്ന് 3 ദിവസമായിട്ടും ആ ശേഖരിച്ച ഇഷ്ടിക കൊണ്ട് ആർക്കും വീട് നിർമ്മിച്ച് കൊടുത്തിട്ടില്ല എന്ന്. എത്രയോ പതിറ്റാണ്ടുകളായി CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയിൽ മാത്രമാണ് അന്ന് CPMൽ നിന്ന് UDFിലേക്ക് വന്ന സ്റ്റാൻലി സത്യനേശൻ UDFിനോടുകൂടി മേയറായിരുന്നത്. എന്നാൽ പിന്നീടുമൊക്കെ തന്നെ CPM ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. ഇക്കുറി അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് BJPക്ക് അധികാരം കിട്ടിയതോടുകൂടി തന്നെ നിരന്തരമായി എല്ലാ കാര്യങ്ങളിലും ഇവർ അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ഉത്തരവാദിത്തങ്ങളുള്ളത്. അതിനെ പരമാവധി പാര വെച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം ആദ്യം നടന്നു. ആദ്യം വിദഗ്ധ ഡോക്ടർമാരുടെ വലിയൊരു സംഘത്തെ രൂപീകരിക്കേണ്ടതുണ്ട്. CPM നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘടന തങ്ങളതിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കോർപ്പറേഷൻ അതിന് ബദൽ സംവിധാനമുണ്ടാക്കി. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ട തൊഴിലാളികളെ കൂട്ടത്തോടുകൂടി അവധിയെടുപ്പിക്കാൻ അടുത്ത ശ്രമം നടന്നു. അതിനും മേയർ രാജേഷും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് പരിഹാരം കണ്ടുപിടിച്ചു. സേവാഭാരതിയുടെ പ്രവർത്തകർ എത്തി ഇതെല്ലാം ചെയ്യും. അതായത് സേവാഭാരതിയുടെ ഡോക്ടർമാരെ എത്തിക്കും, സേവാഭാരതിയുടെ പ്രവർത്തകർ തന്നെ വന്ന് ശുചീകരണവും നടത്തും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇത് മാനം പോകുന്ന പരിപാടിയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 1 മാസം മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കി CPM നേതൃത്വം പതുക്കെ അതിൽ നിന്ന് തല ഊരുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷവും ഓരോ കുറ്റങ്ങളായി 4 വഴിക്കുന്നും അവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഈ ഒരു വാർത്തയും എന്ന് തന്നെ വേണം കരുതാൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ CPM ഭരിച്ചിരുന്ന കാലത്ത് നടന്ന തീവട്ടി കൊള്ളകൾ അതേപടി ഇക്കുറിയും നടക്കുമെന്ന് കരുതി ഓൾട്ടോ കാറിന് പോലെ 400-500 രൂപ പാർക്കിംഗ് ഫീ വാങ്ങിയ ആളുകളെയൊക്കെ തന്നെ മേയർ രാജേഷിൻ്റെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പിടികൂടിയിരുന്നു. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളൊക്കെ തന്നെ അനധികൃതമായി വാടകയ്ക്ക് കൊടുത്ത സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന CPMൻ്റെ ക്രമക്കേടുകൾ പുതിയ ഭരണസമിതി കണ്ടുപിടിക്കും എന്നുള്ള അവസ്ഥയത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ വിമർശനവുമായി രംഗത്തെത്തുന്നത്. പക്ഷേ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതുകൂടി ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത്തരത്തിൽ ഈ ദേശാഭിമാനിൽ വന്ന ഈ ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. പൊങ്കാല കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടും ഈ ഇഷ്ടിക ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചില്ല എന്ന് പറയുന്നത് അത് മാധ്യമധർമ്മത്തിൽ നിരക്കാത്തതാണോ അല്ലയോ ഒന്നും നമ്മൾ പറയേണ്ടതില്ല, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ എന്ന് മാത്രമാണ് ഇതിൽ ചോദിക്കാനുള്ളത്. ഏതായാലും വി രാജേഷും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇപ്പോഴും വളരെ സജീവമായി തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസവും നടി മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള നിരവധി പേർ എങ്ങനെ ഭംഗിയായി തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാല രാജേഷും സഹപ്രവർത്തകരും നടത്തിയതിനെക്കുറിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റൊക്കെ തന്നെ ഒരുപക്ഷെ CPM നേതൃത്വത്തെ വല്ലാതെ വിരൽ പിടിപ്പിച്ചിരിക്കാം. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണത്തെ അട്ടിമറിക്കാനും അവരെ കരിവാരിത്തേക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പൊളിഞ്ഞടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്തയുമായി ഇപ്പോൾ CPM രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെയും ഈ വാർത്ത ബൂമറാങ്ങായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും.